നമസ്കാരം. മലയാളി യുവതിയെയും 1.5 വയസ്സുകാരിയായ മകളെയും ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രവാസ ലോകത്തെയടക്കം നടുക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലം കേരളപുരം സ്വദേശി നിതീഷ് വലിയ വീട്ടിലിന്റെ ഭാര്യ കൊട്ടാരക്കര ചന്ദനത്തോപ്പ് രജിത ഭവനിൽ വിഭജിക്ക മണിയൻ പിള്ളയും മകൾ വൈഭവിയുമാണ് മരണപ്പെട്ടത്. മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിഭജിക്കുകയും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. മനസ്സില്ലാ മനസ്സോടെ മകളെ കൊലപ്പെടുത്തി വിഭജിക ജീവനൊടുക്കും മുൻപ് എഴുതിയത് എന്ന് കരുതപ്പെടുന്ന ഒരു കുറിപ്പ് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കുറിപ്പിൽ ഭർത്താവ് നിതീഷിനും ഭർതൃപിതാവിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഭർതൃപിതാവ് അപമര്യാദയായി പെരുമാറിയെന്നും സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും കുറിപ്പിലുണ്ട്. മരിക്കാൻ ഒരാഗ്രഹവുമില്ല എന്നും കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല എന്നും കുറിപ്പിൽ പറയുന്നു. ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുത് എന്നാണ് വിഭജിക കുറിപ്പിൽ പറയുന്നത്. തന്റെ മരണത്തിൽ 1-ാം പ്രതികൾ നാത്തൂനായ നീതു, നിതീഷ് മോഹൻ എന്നിവരും 2-ാം പ്രതി ഭർത്താവിന്റെ അച്ഛനായ മോഹനനാണ് എന്നും വ്യക്തമായി വിഭജിക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭർതൃപിതാവിനെതിരെയും ഭർതൃ സഹോദരിക്കെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് കത്തിലുള്ളത്. അച്ഛൻ എന്ന് പറയുന്നയാൾ അപമര്യാദയായി പെരുമാറിയെന്നറിഞ്ഞിട്ട് പോലും ഭർത്താവ് പ്രതികരിച്ചില്ല. എൻ്റെ ഭർത്താവ് അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത് എന്ന് കുറിപ്പിൽ വിഭജിക പറയുന്നു. ഭർതൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നാണ് വെളിപ്പെടുത്തൽ. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാറ് കൊടുത്തില്ല, ഇതൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും വീടില്ലാത്തവൾ, പണമില്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചുവെന്നും കത്തിൽ പറയുന്നു. കുഞ്ഞിനെ ഓർത്ത് വിടാൻ കെഞ്ചിയിട്ട് പോലും ഭർതൃ സഹോദരി അത് കേട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ ഇവരുടെ വാക്കും കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കി. മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ തൻ്റെ വായിൽ കുത്തിക്കയറ്റി. ഗർഭിണിയായിരുന്നപ്പോൾ അവളുടെ പേരും പറഞ്ഞ് എൻ്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് വലിച്ചു. ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും വിഭജിക തൻ്റെ കുറിപ്പിൽ പറയുന്നു. ഗർഭിണിയായി 7-ാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടുവെന്നും കത്തിൽ വിഭജിക പറയുന്നു. നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നും കത്തിൽ പരാമർശമുണ്ട്. തുടക്കത്തിലൊക്കെ അച്ഛനും പെങ്ങളും പറഞ്ഞ് തന്നെ തല്ലുമായിരുന്നുവെങ്കിലും തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും തരാറില്ല എന്നും വിഭജിക വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയത്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വിഭജിക തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായും തിരിച്ചു വിളിച്ചപ്പോൾ പ്രതികരണമുണ്ടായില്ല എന്നും അഡ്വക്കേറ്റ് മനോജ് പള്ളിമണ്ണും പറയുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽ നഹ്ദയിലെ ഫ്ളാറ്റിലായിരുന്നു സംഭവം. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭജികയും ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറായ നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല. മാത്രമല്ല ഇരുവരും വെവ്വേറെ സ്ഥലങ്ങളിലായിരുന്നു താമസം. സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭജികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ വിഭജികയ്ക്ക് വിവാഹമോചനത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. വിവാഹമോചനമുണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് യുവതി വീട്ടുജോലിക്കാരിയോടും മാതാവിനോടും പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭജികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായും പറയുന്നു. ഇതിനിടയിലാണ് ആത്മഹത്യ. മരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് അടിയന്തര സേനാംഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി യുവതിയുടെ മൃതദേഹം ആശുപത്രിയിലേക്കും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി ഫോറൻസിക് ലാബിലേക്കും മാറ്റി. ഷാർജ അൽ ഖാസിമി ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ബന്ധുക്കളുടെ തീരുമാനം. എന്നാൽ മകളുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നാണ് നിതീഷ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടായ ശേഷം മാത്രമേ മൃതദേഹങ്ങളുടെ തീരുമാനമുണ്ടാവുകയുള്ളൂ.